എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് വിഷുവാണ്. വിഷുവായിട്ട് ഞാനൊരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. പരിപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കാം. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ചെറുപയർ പരിപ്പാണ് പായസത്തിന് ഉപയോഗിക്കുക. അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കളറ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് നല്ല കളറൊക്കെ മാറി വന്ന് തുടങ്ങി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒന്ന് കുതിർത്തി എടുക്കാനാണ്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ ഞാനൊരു വലിയ തേങ്ങയാണ്, 1.5 തേങ്ങയുടെ പാലാണ് എടുത്തത്. അതിൽ 1-ാം പാല്, 2-ാം പാല്, പിന്നെ 3-ാമത് ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ 3-ാമത് പിഴിഞ്ഞ പാലിലാണ് നമ്മൾ വേവിക്കുന്നത്, പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് തേങ്ങയുടെ പാലെടുക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ് പായസത്തിന്. അടുത്ത് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ശർക്കര ആണെങ്കിൽ, ചളിയില്ലാത്ത ശർക്കര ആണെങ്കിൽ നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടാലും മതി. ഇതിപ്പോൾ ചളി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പാനിയൊക്കെ ശേഷം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 3-ാം പാലിലാണ് പരിപ്പ് വേവിക്കുന്നത്. അതായത് 3-ാം പാലെന്ന് പറഞ്ഞാൽ 1-ാമത്തെ പാലും 2-ാമത്തെ പാലും എടുത്ത ശേഷം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. ഒരു 3 വിസിൽ അടിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അത് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും. നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം ശർക്കര. ശർക്കര തിളച്ച ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2-ാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ പതുക്കെ ഇളക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത ശേഷം നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറുത്ത ശർക്കര ഉപയോഗിക്കുകയാണ് നല്ലത്, നല്ല കളറുള്ള ശർക്കര. അപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ്. നമ്മൾ നല്ല കറുത്തത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് വരും പായസം. പായസം നന്നായിട്ട് കുറുകി വറ്റി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തൊന്ന് വറുത്തിടുകയാണ് ചെയ്യുന്നത് പായസത്തിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങയോ അല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ വറുത്തിടാം. അല്ലെങ്കിൽ ഇനി അതൊന്നും ഇഷ്ടമല്ല വെച്ചാൽ വെറും നെയ്യൊന്ന് ഒഴിച്ചാലും മതി. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയതിനേക്കാളും പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, സേഫായിട്ട് ഇരിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.